ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മീഷോന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സാണ് കാണിക്കുന്നത്. എല്ലാം നല്ല ക്വാളിറ്റിയിൽ വരുന്ന അഫോർഡബിൾ റേറ്റിൽ കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. നമുക്ക് കിച്ചൺ ഒന്ന് ഓർഗനൈസ് ചെയ്യാനും ഡെക്കർ ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പോ ടേബിളൊക്കെ ഡെക്കർ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും പറ്റുന്ന കുറച്ച് പ്രോഡക്റ്റ്സാണ്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഫ്ലവർ പ്ലാന്റർ കാണാം. ഇത് ഒരു മാനിൻ്റെ ഒരു ലുക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് 279 രൂപയാണ് പ്രൈസ് ഉണ്ടായിരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ഗ്ലാസിൻ്റെ 2 ചെറിയ ക്യൂട്ടായിട്ടുള്ള ബൗളാണ് വരുന്നത്. അതേപോലെ ഒരു മെറ്റലിൻ്റെ ആ ഒരു ഡിസൈനിലാണ് അതിൻ്റെ ഒരു ഫ്രെയിം കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഇളക്കി നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് വെച്ചിട്ടുള്ളത്. നല്ല ക്യൂട്ടാണ് കാണാൻ. ഇതേപോലെ ചെറിയ എന്താ പറയുക, ഫ്ലവറോ മണി പ്ലാന്റോ അല്ലെങ്കിൽ ബാമ്പു പ്ലാന്റൊക്കെ ചെറിയതില്ലാവില്ല, ക്യൂട്ടായിട്ടുള്ളത് വെച്ച് കൊടുക്കാൻ നല്ല ഭംഗിയാണ്. ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഓഫീസിൻ്റെ ടേബിളിലോ ഡൈനിങ് ടേബിളിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലുക്കാണിത്. ഒരു എലിഗൻ ലുക്ക് കിട്ടും. ഇതേപോലെയാണുള്ളത്, 2 സെറ്റായിട്ടാണുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ മീഷോ കയറി ഒന്ന് അടിച്ച് നോക്കിയാൽ മതി. ഗ്ലാസ് ബൗളെന്നോ ഡെക്കോർ ഐറ്റം എന്നൊക്കെ അടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓർഡർ ചെയ്തിട്ട് 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പ്രോഡക്റ്റ് വീട്ടിൽ കിട്ടിയിട്ടുണ്ട്. അതേപോലെ പാക്കേജിങ്ങും എല്ലാം നല്ല പെർഫെക്റ്റ്, നല്ല കെയർ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാനിതിപ്പം ഡൈനിങ് ടേബിളിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഓഫീസിൻ്റെ ടേബിളിലോ കിച്ചണിലോ എവിടെ വേണമെങ്കിലും വെക്കാം. ഇനി നമുക്ക് അടുത്തൊരു പ്രോഡക്റ്റ് കണ്ടു നോക്കാം. ഇതും ഒരു ഫ്ലവർ വേസാണ്, ഗ്ലാസിൻ്റെതാണ്, ഗ്ലാസ് ജാറാണ്. ഇതേപോലെ 2-3 ഷെയ്ഡിലുണ്ടായിരുന്നു. ഞാനിത് ട്രാൻസ്പെറൻ്റ് ആണ്. ഞാൻ ഈ ഒരു ഫ്ലവർ വേസാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് 200 റുപ്പീസ് എങ്ങനെയാണ് വരുന്നത്. ഒരുപാട് റേറ്റ് ഒന്നുമില്ല, നല്ല ഭംഗിയാണ്. അതേപോലെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതേപോലെ നമുക്ക് കുറച്ച് വലിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവില്ല, ബാംബു പ്ലാന്റ്സോ സ്നേക്ക് പ്ലാന്റ്സോ, അതൊക്കെ നമുക്ക് കിച്ചണിലോ ഇതേപോലെ നമുക്ക് എവിടെയാണോ അറേഞ്ച് ചെയ്യേണ്ടത് അവിടെ വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടില്ലേ, ഒരു നല്ല ക്ലാസി ലുക്ക് കിട്ടും. പിന്നെ ഒരു വുഡൻ്റെ ട്രേ ആണ് ഇത്. ഞാൻ കിച്ചണിൽ യൂസ് ചെയ്യാനായിരുന്നു വാങ്ങിയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ കൂടെ നല്ല ഒരു മാച്ചായിട്ട് എനിക്ക് തോന്നി, നല്ല ഭംഗിയായിട്ട്. അപ്പം ഇതിൻ്റെ കൂടെയാണ് വെക്കുന്നത്. ഈ ഒരു ട്രേയിലാണ് ഇത് രണ്ടും വെക്കുന്നത്. ഈ ഒരു വുഡൻ ട്രേ നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് ടേബിളിൽ അറേഞ്ച് ചെയ്യാനോ കിച്ചണിലോ എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അടുത്തൊരു പ്രോഡക്റ്റ് ധൂപ് ഹോൾഡർ ഇല്ലേ, നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. വുഡൻ്റെ അതേപോലെ ഗോൾഡൻ്റെ ഒരു കോമ്പിനേഷനിൽ വരുന്നതാണ്. അത്യാവശ്യം വലുപ്പത്തിൽ നല്ല ഭംഗിയിലാണ്. 219 രൂപയോ ആ ഒരു ഓഫറിൽ കണ്ടപ്പോൾ കിട്ടിയതാണ്. ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് ധൂപ് നമുക്ക് കത്തിച്ചിട്ട് ഉള്ളിൽ വെക്കുകയാണെങ്കിൽ നമുക്കിത് എവിടെയാണോ വീടിൻ്റെ പല സ്ഥലങ്ങളിലും നമുക്ക് വെച്ചാൽ ആ ഒരു നല്ല സ്മെല്ല്, നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും. അപ്പോൾ ഇതേപോലെ ഏതാണോ നമ്മളെ കയ്യിലുള്ള ധൂപ് അത് കത്തിച്ചിട്ട് ഇതേപോലെ അങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ആ ഒരു നല്ലൊരു സ്മെല്ലാണ്. ധൂപ് നമ്മൾ ഏതാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ അനുസരിച്ചിരിക്കും ആ ഒരു സ്മെല്ല്. ഇതേപോലെ നമ്മൾ വെക്കുകയാണെങ്കിൽ ഒരു വൈകിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. നമ്മൾ രാവിലെ കിച്ചണിലേക്ക് കയറുമ്പോഴും അതേപോലെ വൈകുന്നേരം നമ്മൾ വിളക്കൊക്കെ വെക്കുന്ന സമയത്തൊക്കെ അത് വെക്കുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് വീട്ടിൽ കിട്ടും. ഇതേപോലെയാണ് ഞാനിതിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു 3 സെറ്റ് നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് നമുക്കിപ്പം എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം. ഇതിപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറ്റി വയ്ക്കും. ഇപ്പം ഞാൻ ഈ കിച്ചൻ്റെ ഒരു കോർണറിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുന്നേ ഒരു ധൂപ് ഹോൾഡർ മെറ്റലിൻ്റെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇതേപോലെ നമുക്ക് ആ ഒരു ഇതിൽ കിട്ടിയില്ല, പെട്ടെന്ന് കരി പിടിച്ചിട്ട് പോകും. ഇത് നല്ല വലുപ്പമായതുകൊണ്ട് തന്നെ നല്ല വലുതാണ്. അതേപോലെ ഇങ്ങനെ ആ ഒരു പുക ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ തന്നെ കണ്ടിരിക്കാൻ തന്നെ നല്ല ഭംഗിയാണ്. കണ്ടില്ലേ, വീടിൻ്റെ എല്ലാ ഭാഗത്തും എത്തും. ഇതേപോലെ എല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നല്ലൊരു മണവും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും നമ്മളെ വീട് എപ്പോഴും. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴാണെങ്കിലും അവർക്ക് നല്ലൊരു ഫീലായിരിക്കും കിട്ടുക, ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അടുത്തത് ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യാനുള്ള ബോക്സാണ്. ഇത് ഒരു ഇതിനകത്ത് 279 രൂപയ്ക്ക് എങ്ങാനും 6 ബോക്സ് വരുന്നുണ്ട്. നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സുകളാണെല്ലാം. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉണ്ട്.
ഈ ഒരു 279 ആ ഒരു റേഞ്ചിലുള്ള ആ ഒരു പ്രൈസിന് നല്ല പ്ലാസ്റ്റിക്കാണ്. കിച്ചണിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഇട്ട് വയ്ക്കാനും പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ പച്ചക്കറികൾ സ്റ്റോർ ചെയ്യാനും പറ്റും. അപ്പോൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ നമ്മൾ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും. പച്ചക്കറികളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും. കണ്ടില്ല, അത്യാവശ്യം നമ്മൾ വാങ്ങുന്ന പച്ചക്കറികളൊക്കെ ഇതിനകത്ത് വെക്കാൻ പറ്റും. ഇതിനകത്ത് ഞാൻ ഇപ്പോൾ നട്ട്സാണ് ഇട്ട് വെച്ചത്, അതും ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത്. അധികം പച്ചക്കറികളാണ്. ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ് കണ്ടു, പക്ഷേ ഏത് വാങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. പക്ഷേ ഇങ്ങനെ ഫ്രിഡ്ജിലേക്കുള്ള സ്റ്റോറേജ് ബോക്സുകൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കുകളാണ്. ഇപ്പോൾ നമുക്കിതുപോലെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് നല്ല നീറ്റായിട്ടും ഇരിക്കും, പച്ചക്കറികളും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ അടുത്തൊരു പ്രോഡക്റ്റ് ഇതാണ്. ഈ ഒരു 2 ബോക്സ് പ്ലാസ്റ്റിക്കാണ് വരുന്നത്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കട്ടിയുള്ള പ്ലാസ്റ്റിക്കാണ്. ഞാനിതിപ്പോൾ ഇത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഡോണറ്റ്സ് ഇട്ട് വെച്ചതാണ് കേട്ടോ. നല്ല എയർ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാൻ പറ്റും. ഒരു ബോക്സിൽ ഞാനിതുപോലെ മല്ലിയില വെച്ചിട്ടുണ്ട്. ഇതും 50 രൂപയാണ് ഒരു ബോക്സിന് വരുന്നത്. അപ്പോൾ 100 രൂപയ്ക്ക് 2 എണ്ണം. നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലേ, യെല്ലോ ബ്ലാക്ക് എൻ്റെ ഫേവറേറ്റ് കളറാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പുറത്ത് എന്തെങ്കിലും ഇട്ട് വയ്ക്കാൻ പറ്റും. പിന്നെ അടുത്തൊരു പ്രോഡക്റ്റ്, ഇതും 2 കുറച്ച് വലിയ ബോക്സുകളാണ്. ഇതിന് 135 രൂപ വരുന്നുണ്ട് ഒന്നിന് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കുകളാണ്. അതുകൊണ്ട് തന്നെ 135 രൂപ ഒരു ബോക്സിന് വരുന്നുണ്ട്. നമുക്ക് ചിക്കനോ മീനൊക്കെ ഇട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. പുറത്തും നല്ല എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ പറ്റും. ഇത് എയർ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് വെക്കാനും ധൈര്യമായിട്ട് വെക്കാൻ പറ്റും, പെട്ടെന്ന് തന്നെ കേടാവില്ല. പിന്നെ വാങ്ങിയത് ഇതേപോലെ 10 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ്. ഇതിൽ 97 രൂപയ്ക്ക് 10 എണ്ണം വരുന്നത്. നല്ല നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാൻ നല്ലതാണ്. ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മറ്റേ ആ ഒരു സ്റ്റീലിലെ സ്ക്രബ്ബറിനെക്കാട്ടും കുറച്ചുകൂടെ നമുക്ക് സ്മൂത്തായിട്ട് കഴുകാൻ പറ്റും ഈ ഒരു സ്ക്രബ്ബർ. ഒരു പേപ്പർ പോലെയാണ്, നല്ലതാണ് കേട്ടോ യൂസ് ചെയ്യാൻ. പിന്നെ 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റ് കത്തി, ഇത് ചെറുതാണ്, നല്ല ക്യൂട്ടായിട്ടുള്ളതാണ്. പിന്നെ ഇതൊരു ഫ്രൂട്ട് ബോക്സ്, നല്ല ഭംഗിയുള്ള മെറ്റലിൻ്റെ ഫ്രൂട്ട് ബോക്സാണ്. ഇതിനകത്ത് ഇപ്പോൾ അധികം ഫ്രൂട്ട്സ് ഒന്നുമില്ല. ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലൊക്കെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ പ്രാണികളൊന്നും വരില്ല. പഴമൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് നല്ല നീറ്റായിട്ട് വെക്കാൻ പറ്റും. അടുത്തത് 2 ലെയറുള്ള നമുക്ക് വെജിറ്റബിളോ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിൽ വെക്കാൻ പറ്റും. വെജിറ്റബിൾ ട്രേ ആണ്. 2 ലെയർ ഉണ്ട്. നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ കോർണറിലൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണ്, നല്ല കട്ടിയുണ്ട്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അടുത്തൊരു പ്രോഡക്റ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ട്രേ ആണ്. ഇത് നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ പറ്റും. സിങ്കിൻ്റെ അവിടെയൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. പാത്രങ്ങൾ കഴുകി ഡയറക്റ്റായിട്ട് ഇതിനകത്തേക്ക് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അകത്തെടുത്ത് വെക്കാൻ പറ്റും. പിന്നെ വെള്ളം ഇതിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടിയിലൊരു ട്രേയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലൊന്നും വെള്ളം ആവുകയില്ല. നല്ല വലുപ്പത്തിൽ വരുന്നതാണ്. ഇതിനകത്ത് കാണുമ്പോൾ ചെറുതായിരിക്കും, പക്ഷേ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. കുറേ പാത്രങ്ങൾ നമുക്ക് അടുക്കി വയ്ക്കാൻ പറ്റും. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പിന്നെ ഈ ഒരു ട്രേ അതും നല്ലതാണ് കേട്ടോ. അടുത്തൊരു പ്രോഡക്റ്റ് ഗ്ലാസിൻ്റെ ബോട്ടിലാണ്. ഇത് നമുക്ക് വെള്ളം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. വെള്ളമോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമുക്ക് പാല്, ഞാനിപ്പോൾ അത് ഫ്രിഡ്ജിനകത്ത് പാല് വയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാനോ അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെള്ളം വെക്കാനോ പറ്റും. ഇതേപോലെ ഒരു ഹാൻഡിലും ഉണ്ട്, നല്ല വലിപ്പമുണ്ട്. 1 ലിറ്റർ കൂടുതലൊക്കെ, ഏകദേശം ഒരു ലിറ്ററൊക്കെ ഇതിനകത്ത് കൊള്ളുന്നുണ്ട് കേട്ടോ. ഇതിന് 248 രൂപ 49 രൂപ എങ്ങനെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രോഡക്റ്റ്സ് ഇപ്പോൾ ഞാൻ വാങ്ങിയതിൽ. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഈ ഒരു ട്രേ ഒക്കെ നല്ല കട്ടിയുണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, നല്ല വലിപ്പമുണ്ട്. നമുക്ക് സിങ്കിൻ്റെ അടുത്തൊക്കെ വെക്കാൻ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതൊക്കെ നമ്മളെ കിച്ചണിൽ ആവശ്യമുള്ള പ്രോഡക്റ്റാണ്. കണ്ടില്ലേ, ഈ ഒരു ഫ്രൂട്ട് ബോക്സൊക്കെ നമുക്ക് ക്യൂട്ടായിട്ട് കൗണ്ടർ ടോപ്പിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. നല്ല ബേർഡിൻ്റെ ഒരു ഡിസൈൻ, ബേർഡില്ലേ ഒരു കിളിക്കൂട് പോലെയൊക്കെ ഉണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.